സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. വെറ്റിവേൽ മുരുകനുക്ക് ഹര ഹരോ ഹര ഹര. ആയുർവേദത്തിന്റെ ഉപജ്ഞാതാവായി, ആചാര്യനായി പുരാണങ്ങളിൽ നാം പറഞ്ഞു വരുന്നതായിട്ടുള്ള ധന്വന്തരി മൂർത്തി, ആ ധന്വന്തരി മൂർത്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഔഷധങ്ങളെ സേവിക്കാൻ എന്നാണ് ആയുർവേദ പദ്ധതികളിലൊക്കെ പറയുക. പഴയ കാലത്ത് ഔഷധങ്ങളൊക്കെ നൽകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഔഷധങ്ങളെ കുറിച്ച് നൽകുമ്പോൾ പോലും പാരമ്പര്യ വൈദ്യസമ്പ്രദായത്തിൽ ആ ഔഷധം കുറിച്ചു കൊടുക്കുന്ന വ്യക്തി, വൈദ്യൻ, ആ ഭിഷഗ്വരൻ തന്റെ ഈ ഔഷധപ്രയോഗം ആർക്കാണോ, ഏതു വ്യക്തിക്കാണോ രോഗമുള്ളത്, ആ വ്യക്തിക്ക് ആ രോഗം മാറണം എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ടാണ്. അങ്ങനെ ആയിരുന്നു ഈ ഔഷധങ്ങളൊക്കെ കൊടുത്തിരുന്നത് എന്നാണ്. പഴയകാലത്ത് വൈദ്യ സമ്പ്രദായത്തിൽ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. എൻ്റെ മുത്തശ്ശൻ വൈദ്യനായിരുന്നു. ഞങ്ങൾക്ക് ഈ ക്ഷേത്രവുമായിട്ടൊരു ബന്ധം, ഈ കിടങ്ങൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലെ ഒരു ക്ഷേത്രമുണ്ട്, സുബ്രഹ്മണ്യ ക്ഷേത്രം. അവിടെ ഇപ്പോഴും ഞങ്ങളുടെ തന്നെ ആ പരമ്പരയിൽപ്പെട്ടവർ തന്നെയാണ് പൂജ ചെയ്യുന്നത്. വർഷങ്ങളായി അല്ലെങ്കിൽ തലമുറകളായി ഒരു ബന്ധമുണ്ട് ഈ ക്ഷേത്രവുമായിട്ട്. മാത്രമല്ല മുത്തശ്ശൻ വൈദ്യനായിരുന്നു. അതുപോലെ എൻ്റെ അച്ഛൻ്റെ അനിയൻ, ഇപ്പോൾ കൂടെ പാരായണം ചെയ്യുന്ന അദ്ദേഹവും ആയുർവേദ ഡോക്ടറാണ്. ഇങ്ങനെ തലമുറകളായി ഈ വൈദ്യവൃത്തിയിൽ കണ്ടും കേട്ടും ഒരു പരിചയമുണ്ട്. അപ്പം അന്ന് മുതലേ ഈ ഔഷധങ്ങൾ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അത് ഇന്നത് നിങ്ങൾ കഴിക്കൂ എന്ന് പറഞ്ഞ് മുന്നിൽ വരുന്ന ഒരു രോഗിക്ക് ആ മരുന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് അത് കൊടുക്കുക. അല്ലാതെ അതിന്റെ പ്രതിഫലം എന്തെന്ന് നോക്കിയിട്ട് മാത്രമല്ല, തന്റെ മുന്നിൽ വരുന്ന ആൾക്ക് എന്ത് രോഗമാണോ ആ രോഗം മാറണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടാണ് അത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏതൊരു രോഗം വന്നിട്ട് എന്തൊരു മരുന്ന് കഴിക്കുമ്പോഴാണെങ്കിലും, മരുന്ന് എന്തുമാവട്ടെ, ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രം തരുന്ന മരുന്നാവട്ടെ, അല്ലെങ്കിൽ പച്ചമരുന്നുകളാവട്ടെ, നമ്മൾ ഏതൊന്ന് സ്വീകരിക്കുമ്പോഴും നമുക്കൊരു പ്രാർത്ഥന ഉണ്ടാവണം എന്നാണ്. അപ്പോൾ നമുക്കും ആ ധന്വന്തരിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് സ്വീകരിക്കാം. ഇതിപ്പോ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്ന ഒരു സാധാരണ നമുക്കൊക്കെ എളുപ്പമായി കിട്ടുന്ന, പാകപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന ഒരു മരുന്ന് മാത്രമാണ്. ആയുർവേദത്തിൽ പറയും, നമ്മളുടെ അധിക രോഗങ്ങളുടെയും പ്രധാന കാരണം മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ തെറ്റായ രീതി, അതുപോലെ ആ ഭക്ഷണത്തെ ദഹിപ്പിക്കുന്ന അഗ്നി മന്ദീഭവിക്കുക, മന്ദാഗ്നി എന്നൊക്കെയാണ് അതിനെ പറയുക. അപ്പൊ ആമാശയം തുടങ്ങിയിട്ടുള്ള നമ്മളുടെ മനുഷ്യന്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണ് വായു, ജലം, അതുപോലെ അന്നം. അതിൽ അന്നം കൂടാതെ നിലനിൽക്കാൻ കഴിയില്ല. ആഹാരം കൂടാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ അതിനെ എങ്ങനെ വേണം ആഹരിക്കാൻ? വിശപ്പ് എന്ന രോഗത്തിനുള്ള ഔഷധമാണ് അന്നം, ആഹാരം എന്ന രീതിയിൽ വേണം കഴിക്കാൻ എന്നാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ അതിനെ, ആ സമ്പ്രദായത്തിനെ തെറ്റിച്ചിട്ട് കഴിക്കുമ്പോഴാണ് രോഗം ഉണ്ടാവുക. അപ്പൊ അതിൽ നിന്നുണ്ടാവുന്ന ആ പല രോഗസാധ്യതകളെ ഇല്ലാതെയാക്കുക. അതിനുവേണ്ടി ചെയ്യുന്ന ഒരു ചെറിയ ഒരു ഇത് മാത്രമാണ്. അപ്പൊ നമുക്ക് പ്രാർത്ഥനയോടുകൂടി സ്വീകരിക്കാം. ചൊല്ലിത്തരാം പ്രാർത്ഥന. എല്ലാവരും ഉറക്കെ ജപിക്കണം. അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണോർനാരായണാമൃത രോഗാന്മേ നാശയാശേഷാൻ ആശുധന്വന്തരേ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണോർനാരായണാമൃത രോഗാന്മേ നാശയാശേഷാൻ ആശുധന്വന്തരേ ഹരേ.
അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണോ നാരായണാമൃത രോഗാന്മേ നാശയാശേഷാൻ ആശുധന്വന്തരേ ഹരേ ആരോഗ്യം ദീർഘമായുഷ്യം ബലം തേജോ ധിയം ശ്രിയം സ്വഭക്തേഭ്യോ അനുഗൃണ്ണന്തം വന്ദേ ധന്വന്തരിം ഹരിം വന്ദേ ധന്വന്തരിം ഹരിം വന്ദേ ധന്വന്തരിം ഹരിം. ഈ ഗ്ലാസ് ചുണ്ടിൽ ചേർക്കാതെ നമ്മൾ സാധാരണ പൊക്കി കുടിക്കണത് പോലെ തന്നെ കഴിക്കാം. എന്നിട്ട് ഗ്ലാസ് ഇതിനെവിടെയെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ ബാഗ് വെച്ചിട്ടുണ്ടാവും, അതിൽ മാത്രം ഇടുക, എവിടെയും വലിച്ചെറിയരുത്. കൊണ്ടുപോകണമെന്നുള്ളവർ കുറച്ചുകൂടി സുരക്ഷിതമായ രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇന്ന് തന്നെ കഴിക്കാനും ഉപയോഗിക്കാനും ശ്രമിക്കുക. കഴിച്ച ശേഷം യഥാസ്ഥാനത്ത് പോയിരിക്കാം.